രക്താംബരം പോൽ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. രക്താംബരം പോൽ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം ദൈവസ്നേഹത്തിൽ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. കാർമേഘമുയര എന്നാൽ കർത്തൻ തള്ളുകയില്ലെന്നെ. കാർമേഘമുയര എന്നാൽ കർത്തൻ തള്ളുകയില്ലെന്നെ. കാണും ഞാനതി നടുവിൽ കൃപയിൽ തന്മഴവില്ലൊന്ന്. കാണും ഞാനതിൽ നടുവിൽ കൃപയേഴും തന്മഴവില്ലൊന്ന്. എന്തത്ഭുതം ദൈവസ്നേഹത്തിൽ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന പുസ്തകം 49 അധ്യായം അതിൻ്റെ 20 വാക്യത്തെ ആസ്പദമാക്കി മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്നുള്ള ആ വചനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ വയോധികനായ ഒരു മനുഷ്യൻ വൈകുന്നേരം പാർക്കിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതുവഴി വന്ന യുവാവ് വയോധികനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ അങ്ങയുടെ വിദ്യാർത്ഥിയാണ്. ഇന്ന വർഷം എൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു അവിടുന്ന്. വയോധികൻ പറഞ്ഞു, കുഞ്ഞെ എനിക്ക് ഓർമ്മയില്ല, ആകട്ടെ നീ എന്ത് ചെയ്യുന്നു? യുവാവ് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. അധ്യാപകൻ ചോദിച്ചു, എന്താണ് അധ്യാപകനായി തന്നെ ജോലി തിരഞ്ഞെടുത്തത്? അനേക യുവാക്കൾ മറ്റു ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കി വിദേശങ്ങളിൽ പോകാനല്ലേ ആഗ്രഹിക്കുന്നത്? യുവ അധ്യാപകൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹപാഠി നല്ലൊരു വാച്ച് കെട്ടിക്കൊണ്ട് ക്ലാസ്സിൽ വരികയും എല്ലാവരെയും വിദേശ വാച്ച് കാണിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ അത് എൻ്റെ സ്വന്തമാക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുകയും അത് ഞാൻ മോഷ്ടിച്ച് എടുക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ അധ്യാപകൻ അവിടുന്ന് ആയിരുന്നു. സഹപാഠിയുടെ പരാതിയെ തുടർന്ന് അവിടുന്ന് എല്ലാവരോടും ചോദിച്ചു, ആരാണ് വാച്ച് മോഷ്ടിച്ചതെന്ന്. ഞാൻ സഹിതം ആരും സമ്മതിച്ചില്ല. ഉടനെ അവിടുന്ന് വെളിയിലേക്കുള്ള വാതിലടച്ചിട്ട് എല്ലാവരോടും കണ്ണുകൾ അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പരിശോധന നടത്തി. എൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് അദ്ദേഹം എടുത്തു. എന്നിട്ട് എല്ലാവരും കണ്ണു തുറക്കുവാൻ പറഞ്ഞു. അധ്യാപകൻ പറഞ്ഞു, വാച്ച് കിട്ടി, അത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. ആരും അറിയാതെ അവിടുന്ന് എൻ്റെ മാനത്തെ രക്ഷിച്ചു. അന്ന് വാച്ച് മോഷ്ടിച്ചത് ആരെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് നടന്ന സംഭവം യുവാവ് ഓർപ്പിച്ചപ്പോൾ അധ്യാപകൻ ഓർമ്മ വന്നു. അത് നീ ആയിരുന്നുവെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാനും കണ്ണടച്ച് ആയിരുന്നു എല്ലാവരെയും പരിശോധിച്ചത്. അധ്യാപകൻ വളരെ സന്തോഷം തോന്നി സത്യസന്ധമായ കാര്യങ്ങൾ വിവരിച്ചതിന്. എന്നിട്ട് യുവാവ് പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവിടുന്നാണ്. അങ്ങയുടെ മാതൃകയെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ തൊഴിൽ തിരഞ്ഞെടുത്തു. ഇരുവർക്കും വളരെ സന്തോഷമായി. എന്നിട്ട് യുവാവ് ചോദിച്ചു, സാർ എന്താണ് ഇത്ര വൈകിയും ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ മക്കൾ അവർ വിവാഹിതരായി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഒരു അധികപ്പറ്റായി. അങ്ങനെ ഞാൻ വഴിയാധാരമായി. ഭാര്യ മരിച്ചുപോയി. ബന്ധുക്കളെ ഈ സംഭവമൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ യുവ അധ്യാപകൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. ഞാനും ഭാര്യയും 2 കുട്ടികളും മാത്രമേ ഭവനത്തിലുള്ളൂ. അവിടുന്ന് സമ്മതമെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരണം. എനിക്ക് അച്ഛനായും എൻ്റെ കുട്ടികൾക്ക് മുത്തച്ഛനായും ഞങ്ങളുടെ കൂടെ താമസിക്കണം. ആദ്യം വൈമനസ്യം കാണിച്ചുവെങ്കിലും നിർബന്ധത്താൽ യുവാവിനൊപ്പം പോയി സന്തോഷത്തോടെ ശിഷ്ടായുസ് ചെലവഴിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഒരുപക്ഷെ നമ്മുടെ പഴയകാല ജീവിതത്തിൽ അനേക പാവപ്പിഴവുകൾ ഉള്ളവരായിരിക്കാം. എന്നാൽ ആ പ്രധാന അധ്യാപകനെ പോലെ ഒരുവൻ്റെ മാനത്തെ കെടുത്തിക്കളയാതെ രക്ഷിച്ചെടുത്തതിനാൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും അവരുടെ സംഗമത്തെ പിന്നത്തേതിൽ അനുഗ്രഹമാക്കി നൽകി.
ഒരുവൻ്റെ കുറവിനെ വികലമാക്കാതെ അതിനെ ബോധപൂർവം ആർക്ക് പരിഹരിക്കാൻ സാധിക്കുമോ അവർക്കായിരിക്കും പിന്നത്തേതിൽ അറിയാത്ത നന്മകൾ ലഭിക്കുന്നത്. പലർക്കും ഇങ്ങനെയുള്ള ചിന്തകളില്ല. ഒരുവനെ ഒതുക്കിക്കളയാനുള്ള ശ്രമമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. മറന്നുപോയ സംഭവങ്ങളെ ചികഞ്ഞെടുത്ത് മാലോകരുടെ മുൻപാകെ അപഹാസ്യമാക്കിയില്ലെങ്കിൽ ചിലർക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവരെ പറ്റിയാണ് സങ്കീർത്തനം 49:20 പറഞ്ഞിരിക്കുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങളെ തൻ്റെ പുണ്യാരത്താൽ മൂടിക്കളഞ്ഞതിനാൽ അപവാദികൾക്ക് കാണുവാൻ പോലും സാധിക്കില്ല. നമ്മുടെ ഗുരുവും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തോട് ചെയ്ത മാതൃക നമ്മുടെയും ജീവിതത്തിൽ ഏറ്റെടുക്കാം. അതിനാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ഇന്ത്യയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.